ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി 2024 മെയ് മാസം 19 മുതൽ 25 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫരോഗാദികളും കാലുവേദനയും അനുഭവപ്പെടും. പൊതുവെ ഈ വാരം വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു നല്ല വാരമായിരിക്കും ഈ വാരം. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും ഉണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അലച്ചിലൊക്കെ ഉണ്ടെങ്കിലും അത് ഈ വാരത്തിൽ മാറിക്കിട്ടും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. കലാപരമായി പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. പൊതുവെ ഈ വാരം നല്ലതാണ്. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും വിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കുകളോ കലഹങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിചരണം ആവശ്യമായിട്ട് വരും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുവെ മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. പലവിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർക്കിടകരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത അധികാര പ്രാപ്തിയൊക്കെ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ വരും. പ്രത്യേകിച്ചും ദാമ്പത്യ സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വിഷമമുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പിതൃ സമ്പത്ത് ലഭിക്കും. പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടകശനി ആയതുകൊണ്ട് ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അപകീർത്തിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
ആരോഗ്യനില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. പൊതുവെ ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നല്ലതാണ്. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ആരോഗ്യ പുഷ്ടിക്കുറവ് അനുഭവപ്പെടും. ബന്ധുജന വിരോധം ഈ അനുഭവപ്പെടും. സഹോദരായ സുഖക്കുറവും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളോ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സൂക്ഷിച്ചു, സാമ്പത്തികമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. വിശാഖത്തിന്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തസ്കരഭയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായിട്ട് മാറി ഐശ്വര്യം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാഴി തരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. മനസ്സമാധാനം പൊതുവെ കുറയും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യനില മോശമായിരിക്കും. ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. നടുവേദനയും കാലുവേദനയും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. മാതാവിൻ്റെ സ്വത്തുക്കളോ മാതൃ സംബന്ധമായിട്ടുള്ള ധനമോ ലഭിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യ പുഷ്ടി അനുഭവപ്പെടും. മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വാരമായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. കുംഭരാശി. അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പോരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണവും ഈ വാരത്തിലുണ്ടാവും. മീനൻ രാശി. പോരിട്ടായുടെ അവസാനത്തെ 15 നാഴികയും ഉത്രട്ടാതിയും രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിടിവാശി മുൻകോപം കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും. വീഴ്ചകളോ മുറിവുകളോ ആയുധങ്ങളിൽ നിന്നുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാകും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. എടുത്തിയായിട്ട് മുൻകോപം കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും
വളരെ നല്ലതല്ല, അത്രത്തോളം നല്ലതല്ല. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം തുടങ്ങി ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക, കുങ്കുമാഭിഷേകം നടത്തുന്നതും വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, തിരുവനന്തപുരം 9.